നമസ്കാരം. ഇന്ന് മിയാമിയിലെ ഗസ്റ്റ് എത്തിയിരിക്കുന്നത് പരപ്പനങ്ങാടിയിലും മലപ്പുറത്തു നിന്നുമായിട്ട് റിട്ടയർഡ് ആർമി എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ ശ്രീ മനോഹരൻ സാറും അതുപോലെ തന്നെ നാട്ടുകാരനും സുഹൃത്തുമായ ശശിയേട്ടൻ അവരുടെ ഫാമിലിയെല്ലാം കൂടിയാണ് ഇന്ന് മിയാമിയിലെത്തിയിരിക്കുന്നത്. ഇന്നത്തെ അനുഭവം കോവിഡ് കാലഘട്ടത്തിന് അവസാന ഘട്ടത്തിലേക്കാണല്ലോ. അപ്പോൾ കുടുംബസമേതമുള്ള ഒരു യാത്രയെക്കുറിച്ച് അനുഭവം മിയാമിയിൽ ഒന്ന് വിവരിക്കും. മാഡം ഒന്ന് പേര് പറയാം, പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് വർഷ. ഡോക്ടറാണ്. നല്ല അനുഭവമായിരുന്നു. കുറെ കാണാത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. എവിടെയാ മാഡം വീട്? വീട് പന്താരങ്ങാടി, മലപ്പുറത്ത്. എൻ്റെ അച്ഛനാണ് നേരത്തെ പറഞ്ഞ ആർമി ഉദ്യോഗസ്ഥൻ. ഓക്കെ ഓക്കെ. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. നല്ലതാണ്. അപ്പോൾ ഇനി ഈ അനുഭവത്തോട് ഒന്ന് പറയാം സാർ. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ മലപ്പുറം കളക്ടറിൽ വർക്ക് ചെയ്യണം. നമ്മുടെ മുറ്റത്ത് മുലയ്ക്ക് മണമില്ലാന്ന് പറഞ്ഞ മട്ടിലാണ് നമ്മുടെ കാര്യങ്ങൾ. ഇവിടെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു ഡെസ്റ്റിനേഷൻ ഉള്ളത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ മെച്ചം അറിയുന്നത്. കടലുണ്ടിയിലെ പറയുമ്പോൾ ദേശാടന പക്ഷിയുടെ ഒരു ഏരിയ, അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ സമൃദ്ധമായ ഒരു സ്ഥലം, കടലും പുഴയും ചേരുന്ന കടലുണ്ടി അഴിമുഖം, ലോകത്തിലെ അറിയപ്പെടുന്ന കണ്ടൽക്കാടുകളിൽ ഏറ്റവും പ്രധാനമായ സ്പീഷ്യസുകൾ എല്ലാം തന്നെയുള്ള ഒരു കാഴ്ച. കുടുംബത്തോടൊപ്പമുള്ള ഈ യാത്രയെക്കുറിച്ച് മാഡം ഒന്ന് പറയുമോ? ഇന്നത്തെ യാത്രയെക്കുറിച്ചൊന്ന് പറയുമോ? ഒന്ന് പരിചയപ്പെടുത്തോ? എൻ്റെ പേര് ഷൈനി. ഞാൻ ഒരു LP സ്കൂൾ ടീച്ചറാണ്. ഓക്കെ. വളരെ പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടൽക്കാടുകൾ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്കും നമ്മളെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വനം എന്ന് പറയാം. അതോടൊപ്പം തന്നെ നല്ലൊരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെ. എല്ലാവർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതോടൊപ്പം പ്രകൃതിയെ അടുത്തറിയാവുന്ന ഒരു അവസരം ഇതിലൂടെ അനുഭവം ആവുന്നു. യൂട്യൂബർ നമ്മള് ഒന്ന് പറയോ? ഒരുപാട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇതുവരെ കാണാത്ത സാധനങ്ങളാണ് ഞാൻ ഇപ്പൊ കണ്ടിരിക്കുന്നത്. അപ്പൊ യൂട്യൂബില് വൈറലാവും. ഈ വീഡിയോ കാണുന്നവരൊക്കെ ഋഷീസ് ആർക്കൈവ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല പറയൂ. പറയണം, തീർച്ചയായും പറയണല്ലോ. ഋഷീസ് ആർക്കൈവിനെ പറ്റി ഋഷീസ് ആർക്കൈവ്സ് ആണ്. അപ്പൊ അത് കാണുന്നവര് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പറയൂ. ഞാനും എൻ്റെ പേര് നന്ദന എന്നാണ്. ഞാനിപ്പോ +2ലാണ് പഠിക്കുന്നത്. അപ്പോൾ എക്സാമിന്റെ ടൈമിലും എനിക്ക് റിലാക്സേഷൻ മോഡിൽ വരാൻ പറ്റിയത് നല്ലൊരു താങ്ക്സ് ഉണ്ട്. പിന്നെന്താ, എനിക്ക് കുറച്ച് നേച്ചറിലുള്ള കുറച്ച് ലവുകളുള്ള ആളാണ്, അതുകൊണ്ട് ഹാപ്പിയാണ്. പ്രത്യേകിച്ച് പറ്റി. മനോഹരൻ സാറാണ്. സാറ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് കാലാവസ്ഥയും ഒരുപാട് അനുഭവങ്ങളും -40°C വരെയുള്ള ഓരോ അവസ്ഥയിലും സർവീസ് ചെയ്ത് രാജ്യത്തെ സംരക്ഷിച്ച് കൊണ്ടുവന്ന എൻ്റെ സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് എൻ്റെ കൂടെ സിഗ്നൽസിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള സന്തോഷം. സാർ ഒന്ന് പറയാമോ? സാർ വളരെ 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 നല്ലൊരു അനുഭവമായിരുന്നു. പ്രകൃതിനെ ഏറ്റവും വളരെ കണ്ടറിയാൻ പറ്റിയ ഒരു അനുഭവം. വളരെ നല്ല ഒരു അനുഭവം. താങ്ക്സ്. സാർ ഒന്ന് പരിചയപ്പെടാമോ? സാർ എൻ്റെ പേര് രവീന്ദ്രൻ. ഞാൻ ഗവൺമെൻറ് സർവീസ് റിട്ടയർഡ് സ്പെഷ്യൽ ഓഫീസറാണ്. ഞാൻ കണ്ടൽക്കാട് ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. ദൂരത്തുനിന്ന് വണ്ടിക്ക് പോകുമ്പോൾ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ഏതായാലും കണ്ടൽക്കാടിൻ്റെ തണുപ്പും കുളിരും ഒക്കെ അനുഭവിക്കാൻ ഈ യാത്ര വഴിവെച്ചിട്ടുണ്ട്. താങ്ക് യു. സാർ മിയാമി ഇന്നത്തെ യാത്രയിൽ എങ്ങനെയാണ് സാറിന്? കുഴപ്പമില്ലായിരുന്നു. മാഡം ഒന്ന് പറയോ ഇന്നത്തെ യാത്രയെക്കുറിച്ച്? എൻ്റെ പേര് ഐശ്വര്യ. ഞാനൊരു അധ്യാപികയാണ്. വളരെ നല്ലൊരു ഇവിടെ ചാലിയം ആണ് ഞാൻ ചെയ്യുന്നത്. അതെ, അൽമിയ സ്കൂളിലാണ് ഞാൻ. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഉള്ള കാര്യം തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയും കാലം ഇതൊന്നും കാണാത്തതിൽ എനിക്ക് വലിയ നഷ്ടബോധം തോന്നുന്നുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
താങ്ക് യു ഇന്ന് മിയാമിൽ. ചെറിയ ഓക്കെ, മോള് പറയൂ. രണ്ടുപേരും സൂപ്പർ എന്ന് പറഞ്ഞാൽ മതി. സൂപ്പർ മാറു പറഞ്ഞോ. സൂപ്പർ ഇങ്ങനെ കാണിച്ചോ. എല്ലാവർക്കും മിയാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.